അതുപോലെ ജാറത്തിലേക്ക് പെണ്ണുങ്ങളുടെ ഒഴുക്കാണ്. പെണ്ണുങ്ങൾ പള്ളിയിൽ പോയാൽ തകർന്ന്, മുസ്ലിയാക്കന്മാരുടെ വരമാനം നിസ്കരിക്കാൻ പോയാൽ മുട്ടി, അവർ തീർന്നു കഴിഞ്ഞ അവിടെ അവരുടെ ഹലാക്കാവുകയാണ്. പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ തീർന്നു. ജാറത്തിൽ വന്ന് തവാഫ് ചെയ്താൽ കുഴപ്പമില്ല. അത് എന്തില്ലെങ്കിലും മക്കയിലെ മുശ്രിക്കുകളുടെ പെണ്ണുങ്ങൾ എങ്ങനെ തവാഫ് ചെയ്തോ അങ്ങനെ ചെയ്താലും തരക്കേടില്ല. പൈസ നമ്മളെ കീശയെ കയറിയാൽ മതി എന്ന തത്വങ്ങളാണ് ഇവർ പഠിപ്പിക്കുന്നത്. അവിടെ വന്ന് പെണ്ണുങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെ വിധത്തിലുള്ളതാണ്, എന്തൊക്കെ അനാചാരങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിയാരുടെ ഉമ്മായും പെണ്ണും പിള്ളേ അവിടെ വരത്തില്ല, ബാക്കിയുള്ളവരൊക്കെ അവിടെ വന്നോണം. മുസ്ലിയാരൊന്നും അവർക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് ശാപ്പാടും കിട്ടും, നല്ല ചൂടിക്കിടക്കാൻ പട്ടും കിട്ടും, പാളയത്തോടം പഴവും കിട്ടും, എല്ലാം കിട്ടി നല്ല റാഹത്തായിട്ട് അവരങ്ങനെ ഇരുന്നോളും. പാവപ്പെട്ടവർ ഇങ്ങനെ വന്ന് തവാഫ് ചെയ്ത് കാണിക്ക ഇട്ടിട്ട് പൊക്കോണം. മുഹിദ്ദീൻ ഷേഖിനെ പോലുള്ള മഹൽ വ്യക്തിത്വങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ നമ്മളുടെ കളിപ്പിള്ളേരല്ല എന്ന് മനസ്സിലാക്കണം. അവർ നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയം മനസ്സിലാക്കിയ അവരുടെ ജീവിതം മുഴുവനും അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചവരാണ്. അല്ലാതെ ഇന്ന് കാണുന്ന വാറോലയ്ക്ക് വേണ്ടിയല്ല, മാലയ്ക്കോ മൗലൂദിനോ കുതുബിയത്തിനോ വേണ്ടിയല്ല അവർ ഒഴിഞ്ഞു വെച്ചത്. ഞാൻ ആ തരീഖത്തിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ആദ്യകാലം മൗലൂദ് ഓതാൻ അറിഞ്ഞൂടാ. എന്നെ പെടുത്തിയ പാട് സുബ്ഹാനല്ലാഹ്, ഖുർആൻ പോലും പഠിപ്പിക്കുന്നതിന് പകരം മൊത്തം ഒരു ദിവസം മുഴുവനും ഒരു ഹിക്കായത്ത് പഠിച്ചില്ല എങ്കിൽ അടിതരും. നുള്ളലും വിഷമിപ്പിക്കലും വേദാറാക്കലുമുള്ള പരിപാടിയാണ്. പഠിക്കടാ ഹിക്കായത്ത് പഠിക്കടാന്നിട്ട് നുള്ളലും ആകപ്പാട് പ്രശ്നമാണ്. ഖുർആൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എവിടെയെങ്കിലും പോയാൽ തിന്ന് ജീവിക്കണ്ടേ മുസ്ലിംമാർ. അതുകൊണ്ട് മൗലൂദ് പഠിച്ചിരിക്കണം എന്നുള്ള നിലയ്ക്കുള്ള സമ്പ്രദായങ്ങളെ എങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു നിലയ്ക്കുള്ള ഈ കൂട്ടരെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. പിന്നെ അബൂജഹൽ ചെയ്യുന്നത് പോലെ കഞ്ഞി പാറ്റ വീഴുമെന്ന് കണ്ടോനെ എറിഞ്ഞേക്കും. കഞ്ഞൂടി മുട്ടരുതല്ല, എറിഞ്ഞവന്റെ ഊപ്പാട് വരുത്തിയിട്ട് അടങ്ങത്തോള്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഈ തലപ്പ ഇരിക്കുന്നിടത്തോളം കാലം മുസ്ലിയാക്കന്മാരുടെ ബഹുമാനത്തിനോ ആദരവിനോ ഏത് ഖുറാഫിത്തരം പറഞ്ഞു കൊടുത്താലും പാവപ്പെട്ട ജനങ്ങൾ വിശ്വസിച്ചോളും കൈമടക്കം കൊടുക്കും. അതുപോലെ നൂലോതലും മന്ത്രിക്കലും എന്തിനു വേണ്ടിയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന മനുഷ്യന് നൂലിന്റെ ആവശ്യമുണ്ടോ? ചരടിന്റെ ആവശ്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തഅല്ലക ശൈഅൻ വകുലി ഇലൈഹി, ആരെങ്കിലും തന്റെ ശരീരത്തിൽ എന്തെങ്കിലും ബന്ധിപ്പിച്ചാൽ അള്ളാഹു അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ആ ചരടിലേക്ക് അവനെ ഏൽപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു ഒരു പനി ബാധിച്ചു കിടന്ന മനുഷ്യനെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഇളിയിൽ ഒരു ചരട് കണ്ട്. ഉടനെ അദ്ദേഹം ആ സഹാബി പറഞ്ഞു, ലൗ മിത്ത വഹുവ അലൈക മാ സല്ലൈതു അലൈക, നീ ഈ നൂലുമായി മരണപ്പെട്ടാൽ ഞാൻ നിന്റെ മേൽ മയ്യിത്ത് നമസ്കരിക്കുകയില്ല. അത്രത്തോളം